നിങ്ങൾ യാതൊരുവിധ തരത്തിൽ ആ ഒരു വ്യക്തിനെ ഹേർട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ്, അതായത് നമ്മുടെ ജീവിതം ആ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ആ ഒരു വ്യക്തിനെ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് എല്ലാം ആ ഒരു വ്യക്തിയിൽ തന്നെ അർപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് അയാൾ മാത്രമാണ് ലൈഫ് ഊണിലും ഉറക്കത്തിലും 24/7 അയാളുടെ ചിന്തകളിലും അയാളുടെ കാര്യവും അത്രയ്ക്കത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നൊരിക്കലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു നിമിഷം കൊണ്ട്, അതായത് നിങ്ങൾ മനസ്സിൽ പോലും ഓർത്ത് കാണില്ല ആ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരത്തിലാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യണമെന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ട്, ചിലർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഈ ഒരു വ്യക്തി നിങ്ങളോട് പ്രോപ്പറായിട്ട് പ്രതികരിക്കുകയോ, അതായത് ആ ഒരു വ്യക്തിക്ക് ഇന്നലെ വരെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആണ്, പക്ഷെ ഇന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, നിങ്ങൾ ടോട്ടൽ ഒരു സ്ട്രേഞ്ചേഴ്സ് ആ രീതിയിലായി. അതായത് വേറെ ഒരു ആദ്യമായിട്ട് ലൈഫിൽ കാണുന്ന ഒരു വ്യക്തി എനിക്കൊരു പരിചയമില്ല, ആ ഒരു രീതിയിലാണ് പിന്നെ ആ ഒരു വ്യക്തിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് മാനസികമായും ഒക്കെ ആ ഒരു പേഴ്സൺ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ ആ ഒരു വ്യക്തി വളരെയധികം ദുഃഖിതനാണ്. അയാൾക്ക് നിങ്ങളുടെ പുറകെ തന്നെ നടന്ന് എന്താ പറയുക, നിങ്ങൾ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ഈ ഒരു റിലേഷൻ വീണ്ടും കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തൊക്കെ അയാൾ, അതായത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ ഓർത്ത് ആ ഒരു പേഴ്സൺ ഉള്ളിൽ വളരെയധികം പേടിക്കുന്നുണ്ട്, വിഷമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു ഫീലിംഗ് വന്നിട്ടുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ ആ പേഴ്സണ് തോന്നുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാനുള്ളവരാണ്, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് തന്നെ പോകണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ അതായത് ഒരു റീയൂണിയൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് പറഞ്ഞ് തെറ്റേത് ശരി ഏത് അയാളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഒരു കുമ്പസരിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് വന്ന് തെറ്റുകൾ ഏറ്റു പറഞ്ഞ് അതിന് നിങ്ങൾ ക്ഷമിച്ച് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് കുമ്പസരിച്ച് അയാളുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് നിങ്ങളിൽ നിന്നും അയാൾക്ക് മാപ്പ് കൊടുത്ത് ഈ ഒരു റിലേഷനെ കുറച്ച് കൂടെ നല്ല ബെറ്റർ രീതിയിലാക്കി നിങ്ങളായിട്ടുള്ളൊരു കെമിസ്ട്രി വളരെ അമേസിങ് ആയിട്ട് നല്ലൊരു രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ അയാൾ വേറെ ആൾക്കാരുടെ ജീവിതത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല, സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കുറച്ചൊക്കെ, അതായത് അയാളുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി തകർച്ച വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അയാൾ നിങ്ങളെപ്പറ്റി ഓർക്കുന്നത്, നിങ്ങളുടെ റിലേഷനും റീകൗൺസിലിംഗിലൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ പേഴ്സണ് നിങ്ങളിലോട്ട് തന്നെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു.